തോമസ് ഐസക് സർ, ഈ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം സാമ്പത്തിക രംഗത്തെ ചില വിദഗ്ധരിൽ ചിലർ അഭിപ്രായപ്പെട്ടതായി ഞാൻ കണ്ടത് സമ്പദ്ഘടനയിലെ പല മേഖലകളിലും മോഡേണൈസേഷൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ബജറ്റാണ് ഇത് എന്നതാണ്. അതിനൊരു ഉദാഹരണമായി പറഞ്ഞത് മിഷൻ സമുദ്രയാണ്. അതുപോലെ സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങൾ പ്രതിഫലിക്കുന്നുണ്ട് ഈ ബജറ്റിൽ എന്ന് അവരിൽ ചിലർ വിലയിരുത്തുന്നു. അതിന് ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ എക്സ്പാൻഷൻ, അതേപോലെ ഷിപ്പ് ബിൽഡിംഗ്, കപ്പൽ നിർമ്മാണത്തിനുള്ള സാധ്യത ഒരുക്കുന്നു, ചെറുപ്പക്കാരുടെ മോഡേൺ സ്കിൽസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. അതുപോലെ ഇപ്പോൾ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ പുനഃപരിശോധിക്കാൻ എടുക്കുന്ന തീരുമാനം, യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകാനെടുക്കുന്ന തീരുമാനം, ഇതൊക്കെ ഈ ബജറ്റിലെ സമ്പദ്ഘടനയിലെ പല മേഖലകളിലും മോഡേണൈസേഷൻ കൊണ്ടുവരുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് എന്ന് സാമ്പത്തിക രംഗത്തെ ചില വിദഗ്ധർ വിലയിരുത്തിയിട്ടുണ്ട്. ഡോക്ടർ ടി എം തോമസ് ഐസക് സർ, താങ്കൾ എങ്ങനെയാണ് ഈ ബജറ്റിനെ കാണുക? പ്രത്യേകിച്ച് കിഫ്ബിയുടെ കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്ന നീക്കങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ഭൂപരിഷ്കരണം 2 എന്ന പേരിൽ കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ, കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുന്ന ഈ മിഷൻ സമുദ്ര പോലെയുള്ള വമ്പൻ പദ്ധതിയുടെ പ്രഖ്യാപനങ്ങൾ. ഒരുപാട് വമ്പൻ പദ്ധതികളൊക്കെ ഉണ്ട്. എനിക്ക് അതിനോടൊന്നും തർക്കമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ കാതലായ പ്രശ്നം എന്താ? ഈ പുതിയ പരിപാടികൾക്കെല്ലാം വേണ്ടി എത്ര കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്? ബഡ്ജറ്റ് പ്രസംഗത്തിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുതിയ പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടിയുള്ള അധിക ചെലവ് 1080 കോടി രൂപ. അതേ ഉള്ളൂ. 20,000 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന കുറയും എന്ന് അബിൻ വർക്കി പറഞ്ഞു. അതിൻ്റെ ഫലമെന്താ? ആനുപാതികമായിട്ട് പ്ലാൻ കുറയും. പ്ലാനും കുറഞ്ഞു. പുതിയ പ്രഖ്യാപനത്തിനുള്ള പണം ഈ പറഞ്ഞതാണ്. അപ്പൊക്കെ ദിവാസ്വപ്നങ്ങളായിട്ടിരിക്കത്തുള്ളൂ. ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് സുന്ദര ആശയങ്ങൾ വെച്ച് കളിക്കണ പരിപാടിയല്ല. അതിന് പണം കണ്ടെത്തലാണ്, മുൻഗണന വെച്ച് ഈ ആശയങ്ങളെ തിരഞ്ഞെടുക്കലാണ്. അങ്ങനെ നോക്കുമ്പോഴേ ഈ ബഡ്ജറ്റിൽ, കഴിഞ്ഞ ബഡ്ജറ്റിൽ ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിനേക്കാൾ വരുമാനം ഒരു പൈസ വർദ്ധിപ്പിക്കാനുള്ള ഏതെങ്കിലും ഏർപ്പാടുണ്ടോ? രേഖ നോക്കി വെച്ചാൽ മതി. നേരത്തെ ഉണ്ടായിരുന്ന പ്രതീക്ഷിത തനത് വരുമാനം തന്നെയാണ് ഇപ്പോഴും വെച്ചിരിക്കുന്നത്. എന്താ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിരുന്നേ? 25,000 കോടി രൂപയുടെ കുടിശ്ശിക. ആ കുടിശ്ശിക എഴുതിത്തള്ളയാണ് കേട്ടോ, പിരിക്കാനല്ല പോണെ. സ്വർണത്തിൽ നിന്ന് 15,000 കോടി രൂപ. എവിടെ സ്വർണത്തിൽ നിന്ന് 15,000 കോടി രൂപ? IGST പിരിക്കുന്നില്ല, 25,000 രൂപ ചോർന്നു പോയിട്ടുണ്ട്. പോയി. ഇനി ഇന്ന് പിരിക്കാനുള്ള എന്തെങ്കിലും ഒരു നടപടി ഉണ്ടോ? അതിൽ ഒരു വാചകം പിരിക്കുന്നെങ്കിലും. അപ്പൊ തനത് വരുമാനത്തിന്റെ കാര്യം അങ്ങനെ. ഇനി എന്താ? തനത് വരുമാനം മാറ്റി നിർത്തിയാൽ കേന്ദ്ര സഹായം, അത് 20,000 കോടി പ്രതീക്ഷിച്ചത് വരുന്നില്ലെന്നാ പറഞ്ഞത്. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നു തരുന്നുണ്ടോ? മറ്റ് സംസ്ഥാനങ്ങൾക്ക് അവരുടെ റവന്യൂ വരുമാനത്തിൻ്റെ 50% വരെ കേന്ദ്രം സഹായം കൊടുക്കുമ്പോൾ നമുക്ക് ഈ വർഷമുണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഒരു 25% അവിടെ നിൽക്കും. കേന്ദ്രത്തിൽ നിന്ന് ഇനി കിട്ടിയില്ലെങ്കിലും വേണം എന്നിവിടെ പറയുന്നുണ്ടോ ഏതെങ്കിലും പാരഗ്രാഫിൽ? കടത്തിൻ്റെ കാര്യം പറയേ വേണ്ട. കേന്ദ്രം തരുന്നില്ലെങ്കിൽ, കടം കൊടുക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നാ പറയാ. കടത്തിൽ ഇങ്ങനെ കുളിച്ചു നിൽക്കുകയാണല്ലോ കേന്ദ്രം. അങ്ങനെ തനത് വരുമാനം ഇല്ലാതെ വരുമ്പോ ഈ വികസന വാചകോടി എന്ന് പറയുന്നുണ്ടല്ലോ, വാചകോടി നിന്നു. ഇതാ പ്രശ്നം. അപ്പം നിങ്ങൾ ചോദിക്കുന്ന ഇങ്ങനെ ബഡ്ജറ്റിൽ പണം വേണ്ട ഇത്ര ഇല്ലാത്തത് കൊണ്ട് ബഡ്ജറ്റിന് പുറത്ത് വായ്പ എടുത്ത് നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നതിന് സ്ഥാപനം ഉണ്ടാക്കി കിഫ്ബി.
നിയമമൊക്കെ എല്ലാവരും ഏകണ്ഠമായിട്ട് പാസ്സാക്കിയതാണ്. ആ ഒരു പാരഗ്രാഫിലെ വിമർശനം ഒന്നും വായിക്കണം കേട്ടോ. ഇന്ത്യ മുഴുവൻ വായിക്കാൻ പോണ പ്രസംഗമാണ്. അത് വായിച്ചാൽ ആരെങ്കിലും കിഫ്ബിക്കിനി വായ്പ കൊടുക്കുമോ? ഒരു ധനകാര്യ സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ ക്രെഡിബിലിറ്റിയാണ്. കിഫ്ബിക്ക് ആ ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ കൈ നീട്ടിയാൽ ഇത്രയും കൂടുതൽ വായ്പ മേടിക്കാൻ പറ്റുമായിരുന്നു. അത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ മുഴുവൻ വിമർശനങ്ങളെയും ശരിവെക്കുക. അടിയറവ് പറഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്. എന്നിട്ടോ ഈ കിഫ്ബി ഇനി ഉണ്ടാവൂ ഇല്ലേ അൺസർട്ടനിറ്റി, അത് നമുക്ക് വായ്പ തരുന്നത് മാത്രമല്ല നമ്മുടെ കോൺട്രാക്ടർമാരെയും ബാധിക്കും. എവിടെയാണ് കിഫ്ബിയുടെ പണി പാഴാക്കണത്? നിർത്തിവെക്കുകയാണ്. പണി നിർത്താൻ കാശ് കിട്ടുമെന്ന് ഉറപ്പില്ല. കിഫ്ബി വായ്പ എടുക്കണ്ട, സർക്കാർ വായ്പ എടുക്കുന്നതെന്ന് കൊടുത്തേക്കാം. പിന്നെ 15,000 കോടി രൂപയെങ്കിലും വരും കേട്ടോ ഈ വർഷത്തെ ബില്ല്. 10-നും 15-നും ഇടക്ക്. ഏത് ബഡ്ജറ്റ് ഇതാ കൊടുക്കാൻ പോണത്? ഈ രീതിയിലുള്ള യഥാർത്ഥത്തിൽ ഈ ബഡ്ജറ്റ് വിശകലനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രഖ്യാപനങ്ങളുടെ മിനുസം നോക്കലല്ല കേട്ടോ. ചെയ്യേണ്ടത് നിങ്ങൾ എത്ര പണം വകയിരുത്തിയിട്ടുണ്ട്, ആ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇതുപോലെ കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ തകർക്കുന്ന വേറൊന്ന് കാണാൻ പ്രയാസം. ഇതാണ് എൻ്റെ വിലയിരുത്തൽ. അല്ല ഐസക് സാർ, അപ്പോൾ താങ്കൾ പറയുന്നത് ബജറ്റിലെ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന എക്സ്പെക്ടേഷൻസ് ഒരിക്കലും യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല, കാരണം അതിനുള്ള പണം കണ്ടെത്താനുള്ള വഴികൾ ഈ ബജറ്റിൽ എവിടെയും പറയുന്നില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ താങ്കൾ ഈ ബജറ്റിനെ എങ്ങനെ വിശദീകരിക്കും? ഇതൊരു അൺറിയലിസ്റ്റിക് ആണെന്ന് താങ്കൾ പറയുമോ, അതോ ഇതൊരു ഐവാഷ് ആണെന്ന് പറയുമോ? ഞാൻ പറയാം, അൺറിയലിസ്റ്റിക് അല്ല. നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന്. ഈ നോളജ് വാലി ആയാലും നമുക്ക് ഇതൊക്കെ പേരുമാറ്റങ്ങളുണ്ട് ഒരുപാട്. ഇതൊക്കെ നമ്മൾ കേരളത്തിൽ ഒരു കോൺസെൻസസ് ഉള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള വികസന കാര്യങ്ങളെല്ലാം വേണമെന്നുള്ളത്. അതിനെക്കുറിച്ചല്ല തർക്കം. അതിന് റിസോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? ആ റിസോഴ്സ് മൊബിലൈസേഷനെ കുറിച്ച് ഒരു ചിന്തയില്ല. അതിന് എന്തെങ്കിലും സാധ്യത തരുന്ന ഒരു സ്ഥാപനം കിഫ്ബി അതിനെ ഒരു വഴിക്കാക്കിയിട്ട് ഒരു പുതിയ സർക്കാർ വന്നു. അവർക്ക് വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ട്. ആയിക്കോളൂ, അതിൻ്റെതായ രീതിയുണ്ടെന്ന് ഇപ്പം പറയുന്ന കിഫ്ബിയെ എങ്ങനെ നമ്മൾ നന്നാക്കണമെന്ന് പഠിക്കാൻ കമ്മിറ്റി വെക്കാൻ പോയത്. എന്നാൽ കമ്മിറ്റി വരുന്നവരെങ്കിലും ഇതും ഉണ്ടായിരിക്കുന്നു. കാരണം ബേസിക് എലിമെൻ്ററി തിങ് ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ യശസ് ഇങ്ങനെ കളയാൻ പാടില്ല. അല്ല, പക്ഷെ അതിനൊരു ന്യായം ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് വി.ഡി. സതീശൻ പറയുന്നുണ്ടല്ലോ. കാരണം ഇത് ഔട്ട് ഓഫ് ദ ബജറ്റ് ബോറോയിങ്ങിൽ സാധാരണ നിലയിൽ നമ്മൾ എത്രയാണോ പലിശ കൊടുക്കുന്നത് അതിനേക്കാൾ കൂടുതൽ പലിശയ്ക്ക് പണം വാങ്ങി ബാധ്യതയുണ്ടാക്കുന്ന പരിപാടിയായി കിഫ്ബി മാറി. അതുകൊണ്ട് കിഫ്ബിയുടെ പ്രവർത്തന രീതി പരിശോധിക്കപ്പെടേണ്ടത് എന്നതാണ്. അതെങ്ങനെയാണ് കിഫ്ബിയുടെ വിശ്വാസ്യതയെ തകർക്കുന്ന ഒരു നടപടിയാണെന്ന് താങ്കൾ കാണുന്നത്? എന്താണ് പറയുന്നത്? ഇന്ന് നിങ്ങൾ ധവളപത്രം വായിച്ചു. ആ ധവളപത്രത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് കിഫ്ബിയുടെ പ്രവർത്തനത്തെക്കുറിച്ച്? കിഫ്ബി എടുക്കുന്ന വായ്പ പലിശ കൂടുതലാണ്. ഏതിനേക്കാൾ? സംസ്ഥാന സർക്കാരിന്റെ SLR ബോർഡിനേക്കാൾ. അതെ. ഒരു സംസ്ഥാന സർക്കാർ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള വേറെ ഒന്നും ആ ബോണ്ടിന്റെ പണം എടുത്ത് കൊടുക്കാൻ ബാങ്കിന് അവകാശമില്ല. അതിന് കിട്ടുന്ന പലിശയേക്കാൾ കൂടുതൽ പലിശ നൽകേണ്ടി വരുന്നു എന്ന് ഈ ന്യായം പറഞ്ഞ് അത് സമാന്തര സർക്കാർ അത് പണം ചെലവഴിക്കുന്ന രീതികളെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ വിമർശനം നടത്തുന്നത് ഇതിൻ്റെ റേറ്റിങ്ങിനെ ബാധിക്കും. എൻ്റെ ചങ്ങാതി, ഈ സ്ഥാപനത്തെ ഫിനാൻഷ്യൽ റേറ്റിംഗ് കമ്പനികളെ കൊണ്ട് റേറ്റ് ചെയ്യിച്ച് അതിൻ്റെ B+ റേറ്റിംഗ് മേടിച്ച്
അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ പണമെല്ലാം കിട്ടുന്നത്. നമ്മൾ തന്നെ കണ്ടം ചെയ്യാൻ തുടങ്ങിയാലും അല്ല ഐസക് സാർ, ആ പറഞ്ഞ പോയിന്റ് ശരി, അതുകൊണ്ട് മാറ്റണമെങ്കിൽ താങ്കൾ പറഞ്ഞ എന്താ പോയിന്റ് വേണ്ടേ? ശരി. പക്ഷേ ഒരു ധവളപത്രം പരിശോധിക്കണം. അല്ല ഐസക് സാർ, ഒരു ധവളപത്രം സർക്കാർ കൊണ്ടുവരുമ്പോൾ അതിലൂടെ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അതിലൂടെ വസ്തുതകളല്ലേ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഒരു വൈറ്റ് പേപ്പർ വരുന്നത്, ടു ഗെറ്റ് ടു നോ ദ ഫാക്ട്സ്. അപ്പോ ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്നൊരു സർക്കാർ തുറന്നു പറയുന്നത് അതിൽ തെറ്റുണ്ടെന്നാണോ താങ്കൾ പറഞ്ഞത് ഈ സംവിധാനത്തിനകത്ത്? അല്ലല്ല, പ്രശ്നങ്ങൾ ഉണ്ടെന്നല്ല. നിങ്ങൾ ലാംപൂണിങ് ഫിനാൻഷ്യൽ ഓർഗനൈസേഷന് അല്ല, അതിൻ്റെ ഫലം അനുഭവിച്ചോളൂ. ഒരു കാര്യത്തിൽ തർക്കമുള്ളൂ, കിഫ്ബി വേണ്ടെങ്കിൽ കിഫ്ബി വേണ്ട കളഞ്ഞു. ഇവിടെ തുടങ്ങി വെച്ചിരിക്കുന്ന പ്രൊജക്റ്റുകൾ നിർത്താൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അബീം വർക്കിയാണെങ്കിൽ പത്തനംതിട്ടയല്ലേ, അവിടെ തന്നെ എത്ര പ്രൊജക്റ്റുകളാണ് ഒരു പാതിപടി നിൽക്കുന്നത്. അവയൊക്കെ ആ വഴിക്ക് നിർത്താൻ പറ്റുമോ? അതിനൊരു ഏർപ്പാട് വേണ്ടേ? അപ്പോൾ അതുണ്ടായാൽ നാട്ടിൽ പ്രശ്നമുണ്ടാവും. പിന്നെ നിങ്ങളിപ്പോൾ വിശാൽ തുറമുഖ നമ്മുടെ സമുദ്രക്ക് പണം വേണം, ഒരു 5000 കോടി മുടക്കണം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഏത് ബഡ്ജറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ പറ്റും 5000 കോടി രൂപ? എത്ര കാലം നമ്മുടെ ദേശീയപാത നിർമ്മാണം ഒരു 5000 കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നിലച്ചു നിന്നു? കിഫ്ബി വഴിയല്ലേ കൊടുക്കാൻ കഴിഞ്ഞത്. ഈവൻ വിശാൽ നമ്മുടെ വിഴിഞ്ഞത്തിന് റെഡി കൊടുത്തിട്ട് കഴിഞ്ഞാൽ വിശാൽ തിരിച്ചു വരും കമ്പനി ആയതുകൊണ്ട്. പക്ഷേ ഇവിടെ നിന്ന് എടുത്ത് കൊടുക്കണേ. ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടാക്കിയെടുത്തിട്ട് അതിനെ നാശകോടാശയാക്കിയിട്ട് നമ്മളിഞ്ഞി വലിയ സ്വപ്നമൊക്കെ നെയ്ത് വെച്ചിട്ട് ഹൗ ഡു യു ഫിനാൻസ് ദാറ്റ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ പ്രൊജക്റ്റ് പ്രഖ്യാപനങ്ങളുടെ മേമ്പടിയും മിനുസവും കണ്ടിട്ടല്ല ഈ ബഡ്ജറ്റിനെ വിലയിരുത്തേണ്ടത്. ശരി ഐസക് സാർ, എനിക്ക് എന്തായാലും ഒരു ബ്രേക്ക് എടുക്കാനുണ്ട്. ഐസക് സാർ, അതിന് മുമ്പ് ഒരു ഒറ്റ കാര്യം ഞാൻ ലെറ്റ് മീ റിപ്പീറ്റ് മൈ ക്വസ്റ്റ്യൻ. അതായത് താങ്കൾ ഇതിനെ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ട് കാണുന്നില്ല എങ്കിൽ പിന്നെ ഇതൊരു ഐവാഷ് ആയിട്ടാണല്ലോ കാണുക, അങ്ങനെയാണോ കാണുന്നത് പൊളിറ്റിക്കലി ഇഫ് യു ടേം ഇറ്റ്? അബ്സല്യൂട്ട്ലി ശരി. ഈ ആശയങ്ങൾ ഇതെല്ലാം ഞാനിതിനൊന്നും അല്ലെന്ന്, നമുക്ക് നടപ്പാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ആർക്ക് തർക്കം? അതിനുള്ള വഴി എന്ത്? ആ വഴി പറയലാണ് ബഡ്ജറ്റ്. ബാക്കി ആശയങ്ങളൊക്കെ നാട്ടിലെല്ലാവരും ചർച്ച ചെയ്യുന്നു, നമ്മളതിൽ തിരഞ്ഞെടുക്കുന്നു. തിരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോൾ ആ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ. പക്ഷേ അതിനുള്ള വഴി എന്തെന്ന് നിർദ്ദേശിക്കുന്നതാണ് ബഡ്ജറ്റ്. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.